ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തേജുവിന് വളരെ പ്രിയപ്പെട്ട കൂന്തൽ റോസ്റ്റ് അഥവാ സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ ഒരു 4 ഒണിയൻ സ്ലൈസ് ചെയ്തത്, കുറച്ച് കറി ലീവ്സ്, ഒരു 5 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് ഒരു വിരൽ വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ചതച്ചതും ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇത് തേജുവിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീക്വൻ്റ്ലി ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാറില്ല. പിന്നെ ബൈ ചാൻസ് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ എടുത്തതാണ്. ആസ് എ പാർട്ട് ഓഫ് ഡോക്യുമെൻറ്റിങ് തന്നെ വെച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതിവിടെ സേവ് ചെയ്ത് കിടക്കുമല്ലോ. അങ്ങനെ സോട്ടായിട്ട് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി, അടിയിലൊന്നും പിടിക്കില്ല. ബൈ ദ വേ, ഈ പാൻ കാണുമ്പോൾ തേജുവിന് എന്തായാലും ദേഷ്യം വരും. ഇവിടെ പാൻ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ദരിദ്ര പാനിൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ബട്ട് ഇതിൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ആ പാനൊന്നും എടുക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ല. തേജു വീഡിയോൻ്റെ പെർഫെക്ഷനൊക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നന്നായി സോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു 4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഈ സോട്ടിങ് ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലാവുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ വാശി പിടിച്ച് ഈ അവസരത്തിൽ തന്നെ നിർത്തിയതാണ്. അത് കഴിഞ്ഞൊരു 3 ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി. അമ്മ പറയുന്നത് ഇത് എത്രയും സോട്ടഡ് ആവുന്നു അത്രയും നല്ലതെന്ന്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആഡ് ചെയ്തിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകണം. ചിലരൊക്കെ ആദ്യം തക്കാളി ആഡ് ചെയ്തിട്ടാണ് പൊടികൾ ആഡ് ചെയ്യുക. നമ്മൾ എപ്പോഴും പൊടികളൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം കളഞ്ഞിട്ടേ തക്കാളി ആഡ് ചെയ്യാറുള്ളൂ. എനിക്കതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ പറയാനൊന്നും പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ആ മണമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഓഫ് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി തക്കാളി ഇതിലേക്ക് ലയിക്കണം. തക്കാളി നമുക്ക് വേണമെങ്കിൽ പ്യൂരി ആയിട്ട് ആഡ് ചെയ്യാം. ബട്ട് എന്താണെന്നറിയില്ല, അമ്മ എപ്പോഴും ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് ആഡ് ചെയ്യാറുള്ളൂ. ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും പ്യൂരി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം എന്നറിയണം എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് മസാല സെറ്റാണ്. ഒരുവിധം എല്ലാ നോൺ വെജ് കറിയിലേക്കും ബേസിക് മസാല ഇത് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ കുരുമുളക് പൊടി അങ്ങനെ പൊടികളുടെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ മതി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മീറ്റ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിടരുത്. അപ്പോൾ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ജ്യൂസി ടെക്സ്ചർ വരും. എന്നിട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ മസാല റെഡിയാണ്. ഇനി നമ്മളൊരു കുക്കറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ, ഇത് ക്ലീൻ ചെയ്യണതും കട്ട് ചെയ്യണതും ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മളതിങ്ങനെ റൗണ്ടായിട്ടല്ല, കൂന്തലിനെ നേരെ കട്ട് ചെയ്തിട്ടാണ് അത് ക്ലീൻ ചെയ്യാറ്. അതുകൊണ്ട് ലോങ് പീസസ് ആയിട്ടാണ് നമ്മുടെ ഉണ്ടാവുക. ചിലരിത് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യും. വിഷ്വലി ഭംഗി അതാണ് കുറച്ചുകൂടെ. അപ്പോൾ ആ കഴുകി വെച്ചിട്ടുള്ള കൂന്തൽ ഫുള്ളായിട്ട് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്യും. ചിലർ ഇത് പാനിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നത് കാണും. നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചാലേ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യാറുള്ളൂ. ഒരു 4 to 5 വിസിൽ നമ്മളെപ്പോഴും അടിക്കാറുണ്ട്. അപ്പോൾ കൂന്തൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു മസാല ഉണ്ടല്ലോ, ആ മസാല കൂടി നമ്മൾ ഈ കൂന്തലിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഫുൾ കൂന്തലിൻ്റെ എല്ലാ സൈഡിലേക്കും ആ മസാല എത്തുന്ന ലെവലിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ മസാല ആദ്യമേ കുക്കറിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആദ്യം പാനിൽ പ്രിപ്പയർ ചെയ്തതിലേക്ക് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് പാത്രം കഴുകാനൊക്കെ മടിയുണ്ടെങ്കിൽ കുക്കറിലെ മസാല സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് ശേഷം
1 കപ്പ് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ബൈ ദ വേ, ഇൻ ബിറ്റ്വീൻ കറണ്ട് പോയി, അതാണ് ലൈറ്റിലൊരു ഡിഫറൻസ് വന്നത്. കറണ്ട് വരണവരെ വെയിറ്റ് ചെയ്തൊന്നുമില്ല, നമ്മൾ ആ പരിപാടി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. 1 കപ്പ് വെള്ളം നമ്മൾ ആ പാനിൽ തന്നെ ഒഴിച്ചു. എന്നിട്ട് അതും കൂടെ ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക. ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ജസ്റ്റ് ഒരു 1 കപ്പ്. ഇനി അത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ അടയ്ക്കുക, വെയിറ്റ് ഇടുക, സ്റ്റൗ ഓൺ ചെയ്യുക. എവറിത്തിങ് സെറ്റ്. ഈ 4 വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നല്ലൊരു മണം ഉണ്ടാവും. ഇനി നമ്മളിവിടെ ഇത് തിരിച്ച് ആദ്യം നമ്മൾ മസാല പ്രിപ്പയർ ചെയ്ത പാനില്ലേ അതിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് വറ്റിക്കാറ്. നിങ്ങൾക്ക് കുക്കറിലിട്ട് തന്നെ വറ്റിക്കാം, ഒരു വിഷയവുമില്ല. ഇത് നമ്മൾ ഫോളോ ചെയ്ത് വന്നതുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണ്. എക്കണോമിക്കലിയും ടൈം കൺസ്യൂമിങ്ങും ഒക്കെയാണ്, ബട്ട് ദെൻ ഓരോരുത്തരുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അവർ കുക്ക് ചെയ്യുന്നത്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, കുക്കിംഗ് കഴിഞ്ഞു. നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ആക്കണമെങ്കിൽ ഇതിലത്തെ വെള്ളം വറ്റിക്കണമല്ലോ. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും ഇളക്കേണ്ടി വരും. അതല്ല ലോ ഫ്ലെയിമിലാണ്, മീഡിയം ഫ്ലെയിമിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിനനുസരിച്ച് അതിലെ വെള്ളം വറ്റി ഇത് ഈ പരുവത്തിലാവും. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഓൾ സെറ്റ്. ഇത്രേ ഉള്ളൂ. ഇതിൽ ഉപ്പ് ഇടയ്ക്ക് നോക്കണമെങ്കിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.